മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2025 ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. നീ കരയിലേട്ടാ, എനിക്ക് ആരുമില്ല സുരേഷേട്ടാ, എന്ന കാര്യം പറയടാ. മണ്ടു ചേച്ചി ഇല്ലേ മുതലാളിയുടെ ഭാര്യ, കഴിഞ്ഞ ദിവസം അവര് പഴയ കൂട്ടുകാരനെയൊക്കെ കണ്ടുമുട്ടി. അപ്പോൾ അവരെന്താണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് അടുത്ത ദിവസം കാണാൻ പോകണമെന്നൊക്കെ പറഞ്ഞു. അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഒളിച്ചോടി പോകണം, എന്തൊക്കെയോ പറയുന്നുണ്ട്. അവളൊരു പഴയ കാമുകനുണ്ട് ആ കൂട്ടത്തില്. ഈ വാട്സപ്പ് ഗ്രൂപ്പ് കൊണ്ട് ചാറ്റി കുടുംബം കൊളാവുമല്ലോ. ഇത് കൊളായിട്ട് ഇങ്ങനെ വെറുതെ കരഞ്ഞു കൊളമൊക്കെയാണ് മൊത്തം. വീട്ടിൽ വരുമ്പോ അവള് ഫോൺ എടുത്ത് വെച്ചിട്ട് അവളോട് സൊള്ളിക്കൊണ്ടിരിക്കുക, മെസ്സേജ് അയച്ചിട്ട്. എല്ലാം മൈൻഡില്ല, എന്നെ കെട്ടിയുടെ എല്ലാം അവക്ക്. കൊച്ചെടുക്ക, നീ എത്ര കൊല്ലായി എന്നോട് നിക്കാൻ തുടങ്ങിയിട്ട്? 10 കൊല്ലമായില്ലേ? 12 കൊല്ലായി. അറിയാമോ, അവളെ ഞാൻ പൂവമ്പഴം പോലെയാണ് ഞാൻ നോക്കണേ. അവളെ ശ്യാമളെന്നെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ് പടുത്തൊലി പോലെ. അതൊക്കെ മുതലാളിയുടെ വെറും തോന്നുകയാണ് മുതലാളി. തോന്നണ എന്ത് തോന്നല്? മുതലാളിക്ക് കൊടുത്തതൊക്കെ മതി. മുതലാളി കുടിക്കണം, മുതലാളി കുടിക്കണ്ട. അതെ, എന്റെ ജീവിതം പോയിട്ടാ. വിഷമിക്കല്ലേ. അങ്ങനെ എന്തേലും സംഭവിച്ചാണല്ലോ ഈ കായലിൽ അവസാനിപ്പിക്കല്ല ഞാൻ. നീ കായലെടുത്ത് ചാടി ജന്മം കളയല്ല വൻമുതാ. ഞാൻ ചാടുള്ള കാര്യമില്ലടോ. അവനെ അവളെ രണ്ടിനെയും ചവിട്ടിക്കൊന്ന് ഈ കായലിൽ താക്കും. സുരേഷേട്ടാ, ഇവനോ എനിക്ക് പറഞ്ഞോട് വേണം. ഇത് നിന്റെ ആരാ? മുതലാളി. മുതലാളിയാണോ? മുതലാളിയുടെ ദുഃഖം തീർക്കാൻ എനിക്ക് ആദ്യം എന്റെ വിഷമം തീർക്കട്ടെ, എന്നിട്ട് മതി. വാട്സാപ്പ് കണ്ടുപിടിച്ചു മതി മതി. വെറുതെ ഇരുന്ന് വെച്ചാൽ ആളെ കൊണ്ടുവന്ന് കുടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നും ചോദിച്ചമാരെ. മറ്റൊന്നുണ്ടല്ലോ, അവരെല്ലാരും ഒത്തുകൂടുന്നുണ്ട് എന്റെ ഭാര്യനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിട്ട്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു എല്ലാം അവസാനിക്കും, അല്ലെങ്കിൽ മന്മത അവസാനിപ്പിക്കും. അത് കറക്റ്റാ. പക്ഷെ ഇവന്റെ ഞാൻ അത്ഭുതപ്പെടണം എന്താ പറയുക, ഇവന്റെ ഈ വേഷം കണ്ടിട്ടാണ് എനിക്ക് ചിരിവരെ. അല്ലേ, ഇവൻ ഇങ്ങനൊരു സംഭവം അല്ലായിരുന്നു. സൂപ്പർ ആയിട്ടുള്ള സാധനം അല്ലേ? എനിക്ക് ഡാൻസ് പഠിപ്പിക്കും, ഡാൻസ് മാഷാണ് ഇപ്പൊ. സ്കൂളിൽ പഠിക്കുമ്പോഴത്തേന് ഒരു കാലം എടുത്തു വെച്ചാൽ മറ്റേ കാലം എന്ത് ചെയ്യണം എന്ന് അറിയാൻ പാടില്ലാത്തവനായിരുന്നു. ഇവൻ എങ്ങനെ മറ്റുള്ളവർ ഡാൻസ് പഠിപ്പിക്കും, എനിക്ക് അതാ മനസ്സിലാവും. നീ എങ്ങനെ പഠിച്ചത്? നമുക്ക് കണ്ടും കേട്ടും പഠിക്കാലോ. ഇവന്റെ അച്ഛൻ ചെറുതടിച്ചു വന്ന വീട്ടിൽ കിടന്ന് ഡാൻസ് അല്ലേ അവൻ സത്യമായിട്ട്. അല്ല, മണ്ടുവിന്റെ ഭർത്താവ് വന്നില്ലേ? അറിയാലോ, ആൾക്ക് ഭയങ്കര തിരക്കാ. ഞാൻ കൊറേ നിർബന്ധിച്ചു. ഗെറ്റ് ടുഗദറിന് എന്തായാലും വരും. ആ പാവത്തിന്റെ കാര്യം ഞാൻ ആലോചിക്കണത്. പുറത്ത് കായക്കൊലയും വീട്ടില് കൊല്ലാക്കൊലയും. അല്ല, അവന്റെ യോഗമല്ലേ ഇവിടെ കെട്ടിയത്. സത്യശീലൻ രക്ഷപ്പെട്ടതാ സത്യത്തില്. അതൊക്കെ ഇനി ഓർപ്പിക്കണ്ടേ. സത്യശീലിന്റെ അവസ്ഥ എന്താ അതൊന്ന് പറഞ്ഞു. സത്യശീലിന്റെ അവസ്ഥ ഒന്നും പറയണ്ട. ഞാൻ 2 വട്ടം വീട്ടിൽ പോയി. പിന്നെ മണ്ടു എന്നെ ഇടയ്ക്ക് വിളിച്ച് ഓർപ്പിച്ചോണ്ട് ഒഴിവാക്കത്തില്ലാന്ന് ഓർത്ത് ഞാൻ പിന്നെയും പോയി. ഇല്ല, അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നപ്പോ പറയണതേ, ഇവൻ തൃശ്ശൂര് നാടകം ഉണ്ടെങ്കിൽ അത് കാണാനാന്ന് പറഞ്ഞ ഒറ്റ പോക്ക് പോവും. പിന്നെ 2-3 ആഴ്ച കഴിഞ്ഞിട്ടേ വരുവുള്ളൂ. ഇടക്ക് കിടന്നുറങ്ങാൻ വീട്ടിൽ വന്നിണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെയും പറഞ്ഞ് ഞങ്ങളെല്ലാരും കൂടി ഒന്ന് കൂടെ ഉണ്ട് പഠിച്ചപ്പോൾ. അപ്പൊ എന്നെ അറിയാല, നമുക്കറിയാലോ. അപ്പൊ കോയയുടെ വീട്ടിൽ ഇന്ന് കൂടെ ഉണ്ട്, നിർബന്ധമായിട്ടും പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു അവൻ വരെയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞു വിട്ടേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കല്യാണമൊക്കെ കഴിച്ച് 5-6 മക്കളും കൊണ്ട് പേരെ നിറച്ച് വീട്ടിൽ വന്നിട്ടല്ല. എന്തെങ്കിലുമൊക്കെ പറടോ. എന്താണ് പക്ഷെ എവിടെയാണ്?
അത് വേണ്ട നീ പേടിച്ചിട്ടെന്തിനാ? അല്ല നീ വീട്ടിൽ കയറാതെ എവിടെ നടക്കണത്? വീട്ടിലുണ്ടായിരുന്നല്ലോ. എവിടെ? ഞാൻ 3 വട്ടം വന്നിട്ടുണ്ടായല്ല. ആ അന്ന് ഞാൻ ട്യൂഷൻ ക്ലാസ്സിലല്ലേ. എന്തിനു? എടാ മാത്സിന്റെ ക്ലാസ് ഞാൻ എടുക്കണ പിള്ളേർ. ആ കുട്ടികളുടെ അവസ്ഥ സത്യ ഇതെന്ത് താടി മുടിയൊക്കെ ഇങ്ങനെ നടക്കണേ? ഇതെന്ത് കാണിക്കണതല്ല, അങ്ങനെ വരണതാ. നരച്ചു നരക്കാതിരിക്കും. പിന്നെ പ്രായമില്ലേ? നീ നരച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ പ്രായമായി അതിന്റെ അർത്ഥം. പ്രായമായല്ലോ. ഞങ്ങൾക്ക് പ്രായമായിട്ട് ആര് പറഞ്ഞു? മണ്ടുവിന് കിട്ടാഞ്ഞാട്ടാ ആ പെണ്ണ് നശിച്ചു പോയ. അതെ നമുക്കിനി ആരെയും കാക്കാനില്ലല്ലോ. മാഷ് വരും. നമുക്ക് ആദ്യം ഡേറ്റ് അങ്ങോട്ട് കൺഫേം ചെയ്യാം. സത്യ നമ്മളുടെ ആ ബാച്ച് മുഴുവനും കൂടി ഒന്ന് കൂടാനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ആലോചിക്കണം. അപ്പൊ ഇന്ന് നമുക്കൊരു സൗകര്യപ്രദമായ ഡേറ്റ് നമുക്ക് നിശ്ചയിക്കാം. അണ്ട് നമുക്ക് കോളേജിൽ വെച്ച് നടത്താം. അതൊക്കെ ഞാൻ സാങ്ഷൻ മേടിച്ചോളാം. സംഗതി എന്തായാലും ഇപ്പൊ ഈ വാട്സപ്പ് ഒക്കെ ഉള്ളതുകൊണ്ടേ നമുക്കൊന്ന് കണക്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒന്ന് വിവരങ്ങളൊക്കെ ഒന്ന് അറിയിക്കാനൊക്കെ വലിയ സൗകര്യം കേട്ടോ. അല്ല പഴയ കാലത്തൊക്കെ എന്ത് ചെയ്യായിരുന്നു ഇങ്ങനെയുള്ള സംഭവം? ഒരു രക്ഷയില്ല, മരിക്കുമ്പോഴും പോലും അറിയൂലല്ലോ. അതെ ഈ വരുന്ന 27-ാം തീയതി എങ്ങനെയുണ്ട്? 27 നടക്കൂല കേട്ടാ. 27 എനിക്കൊരു ധർണയുണ്ട് പാർട്ടിയുടെ. ഒഴിവാക്കാൻ പറ്റില്ല. 29 ആയാലോ? 29 കുഴപ്പമില്ല. നിനക്കോ? എനിക്കെന്താ പ്രശ്നം? ഞാൻ ഉണ്ടല്ലോ 29 തന്നെ എഴുതിയിട്ടേക്കാം. ഇനി പരിപാടി വിജയിച്ചിട്ടേ പോകുള്ളൂ. വീട്ടിൽ പോയിട്ട് അത്യാവശ്യമൊന്നുമില്ല. എന്തായി പറ ഡേറ്റ്? അപ്പൊ 29-ാം തീയതി 29 ഒക്കെ അല്ലേ? ഫിക്സ് ചെയ്യല്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും തടസ്സമൊന്നും ഇല്ലല്ലോ? ഓക്കെ അപ്പൊ നമുക്ക് ഓക്കെ. 29-ാം തീയതി ഡേറ്റ് ഫിക്സ് ചെയ്തല്ല കല്യാണത്തിനുള്ള. ആരാടാ സത്യശീല ഇതില്? സത്യശീലൻ എന്തേ? മരണേ എല്ലാരും കൂടെ ഒത്തുചേർന്ന് എന്റെ ഭാര്യയെ പഴയ കാമുകർ കൊണ്ട് ഞങ്ങൾ കൂടെ പഠിച്ചവരൊന്നും മനസ്സമാനത്തോടെ കഴിഞ്ഞാണ് ഞാൻ. എന്താ മാഷ എന്താ ഉണ്ടായത്? ആർക്കൊന്നും ഇതൊരു സൗഹൃദ കൂട്ടായ്മയാണ്. സൗഹൃദം മണ്ടോ നീ അതെ സുഹൃത്തെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലുള്ള ഒരു മര്യാദക്ക് പറഞ്ഞിട്ട് എന്റെ പൊന്നേട്ടാ എന്റെ ജീവിതം എന്താ പോയത്? വെള്ളടിച്ചിട്ടൊക്കെയാണോ ഈ പഴയ സൗഹൃദം പോലത്തെ കമ്മിറ്റി കൂടുന്നത്? അല്ല അത് അദ്ദേഹത്തിന് കഴിച്ചിട്ട് ഇപ്പൊ വന്നതാണ്. ഇവരെല്ലാം കൂടി ചേർന്ന് എന്നെ കഴിപ്പിച്ചു. നമ്മുടെ കൂട്ടുകാരെ ഇല്ലാത്ത ശീലങ്ങളൊക്കെ ഇവരെല്ലാം കൂടെ ഉണ്ടാക്കിയെടുത്തു. 24 മണിക്കൂർ ഫോണിലാണ്. അവളെ പഴയ കാമുക ഇങ്ങനെയൊക്കെ പറയണ എന്താ? എങ്ങനെ പറയണ നല്ല ഭാര്യ വേറെ പോയാൽ സഹിക്കണോ? എന്താ അങ്ങനെ അങ്ങനെ സംസാരിക്കുന്നത്? കൂട്ടുകാരാണ് ഞങ്ങളൊക്കെ. മറിമായം